ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ ഊഞ്ഞേരി. വയറിലേക്ക് കൈ ചേർത്ത് വെച്ച് റോഡിനരികെ ചേർന്ന് നടക്കുമ്പോഴാണ് ആദിയുടെ ഫോൺ വീണ്ടും റിങ് ചെയ്യുന്നത്. അറിയാനായിരിക്കുമെന്ന് എഴുതി എടുത്തു നോക്കുമ്പോൾ പരിചയമില്ലാത്ത നമ്പർ. ആൾ അറ്റൻഡ് ചെയ്ത് ഹലോ പറഞ്ഞു. ആദി, ഞാൻ നജീബ. നസീറയിൽ നിന്ന് വായിച്ച നമ്പർ. റിയാനാണ് നിന്റെ കൂടെ? ആരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഉണ്ടായിരുന്നു, പക്ഷെ അല്പം മുമ്പ് MMCയിലേക്ക് പോകേണ്ടി വന്നു. ഒരു ആക്സിഡന്റ് കേസ്, ഏതൊരു ഫ്രണ്ടിനും ഫാമിലിക്കും. ആദ്യം പറഞ്ഞു വെച്ച് കുറച്ച് സമയം അവൻ ഓർത്തുകൊണ്ടിരുന്നു. MMC എന്ന പേരിൽ നിന്നും ഏത് കൊക്കയിലേക്കും അറിയാൻ പോകുന്ന കാര്യമാണോ പറഞ്ഞതെന്ന് മനസ്സിലായി. ഇനി അവന് വല്ലതും. അതുകൊണ്ടാണോ ഫോൺ എടുക്കാത്തത്? നജീബിനൊന്നാകെ വെപ്രാളം കയറി. ആദിയോട് വെക്കാണെന്നും പറഞ്ഞ് കാറും സ്റ്റാർട്ട് ചെയ്ത് പറപ്പിച്ച് വിട്ടു അവൻ. പിന്നെയും മുന്നോട്ട് നടക്കുന്നുണ്ടെങ്കിലും തീരെ വയ്യായിരുന്നു ആദിക്ക്. എങ്ങനെയൊക്കെയോ കാറെടുത്ത് വെച്ച് നീങ്ങുമ്പോഴാണ് പെട്ടെന്ന് മുന്നിലേക്ക് ഒരു കാർ വന്ന് നിർത്തുന്നത്. സംശയത്തോടെ അവൾ അതിനുള്ളിലേക്ക് നോക്കി. അപ്പോൾ തന്നെ സൈഡ് ഗ്ലാസ് ആൾക്ക് മുമ്പിൽ താഴ്ന്നു വന്നു. അകത്തിരിക്കുന്ന ആളെ കണ്ടതും അവളുടെ തലക്കകത്തൊരു മിന്നൽ പിണർപ്പ് അനുഭവപ്പെട്ടു. ഖാലിദ്. ചുണ്ടുകൾ വിറകൊള്ളാൻ തുടങ്ങിയിരുന്നു. അവൻ അവളെ ഒന്ന് അടിമുടി നോക്കി. പക്ഷെ ആദ്യം അവനെ മൈൻഡേ ചെയ്തില്ല. വഴിമാറി പോവാൻ തുനിഞ്ഞ്. അത് കണ്ടവൻ ധൃതിയിൽ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. എങ്ങോട്ടാ മോളെ നീ? എങ്ങോട്ടാ ഇത്ര തിടുക്കത്തില്? അവളുടെ മുന്നിലേക്ക് കയറിയെന്ന് ആ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി അവൻ. അവൾ അവിടുന്ന് കടന്നു പോകാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അതിനു മുന്നേ ആ കയ്യിൽ അവൻ കടന്നു പിടിച്ചിരുന്നു. വീട്ടിൽ തന്നെ അവളുടെ മിഴികൾ ആളിക്കത്തി. എന്ത് ദേഷ്യത്! ഇങ്ങനെ ഇന്ന് തിളക്കാൻ മാത്രം ഞാൻ എന്ത് ചെയ്തു? എനിക്ക് നിന്നോട് സംസാരിക്കാൻ നിന്നെ കേൾക്കാനും സമയമില്ല, ഒട്ടും താല്പര്യമില്ല. കൈന്നൂട്, എനിക്ക് പോണം. ഇല്ലെങ്കിലോ? മറുപടി എടുക്കാതെ അവൾ പിടിപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വീടാണ് നിന്നോട് പറഞ്ഞ്. എന്താണ് ഇവിടെ? നീ എന്താ നടുറോട്ടിൽ പെൺകുട്ടിയുടെ ബലപ്രയോഗം നടത്തുന്നത്? 3-4 ചെക്കന്മാര് 2 ബൈക്കുകളിലായി വന്ന് അവർക്കരികെ നിർത്തി ചോദിച്ചു. ഒന്നും പറയണ്ട, ഒരേ വാശിയാ. ഗർഭിണിയായിരിക്കുമ്പോ വാശിയും ദേഷ്യമൊക്കെ അല്പം കൂടുതലായിരിക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നാലും ഇത് ഇത്തിരി കഷ്ടമാണ്. ഈ വണ്ടി ഇത്രയും തണ്ടും തടിയുള്ള ഞാനുള്ളപ്പോ ഹോസ്പിറ്റൽ മുതൽ വീട് വരെ നടക്കാന്നൊക്കെ പറയുമ്പോ കണ്ടില്ലേ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് സംശയം തോന്നിയില്ലേ? ആദ്യം കാലിൽ നിന്ന് പരിങ്ങിപ്പോയെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ അഭിനയിച്ച് വലിപ്പിച്ച് അവരുടെ വിശ്വാസം നേടിയെടുത്തവൻ. അവന് സംസാരം കേട്ടുന്ന ആദ്യമാണെങ്കിൽ ഞെട്ടി കണ്ണുമീഴ്ച പോയി. എന്റെ പൊന്നു പങ്ങളെ, എന്തിനാ ഞങ്ങൾ ആണുങ്ങളിങ്ങനെ പറയിപ്പിക്കാൻ നിൽക്കുന്നത്? അവൻ ഇത്രയും താണുന്നിരുന്നില്ലേ നിന്റെ മുമ്പിൽ? പിന്നെന്തിനാ ഇത്ര വാശി? ഈ വയ്യായികം വെച്ച് പൊരിഞ്ഞ വെയിലും കൊണ്ടിങ്ങനെ നടക്കണോ? അല്ലോ, അതിന് മാത്രമൊന്നുമില്ല. അവളെ വഴക്ക് പറയാൻ മാത്രമൊന്നും ഉണ്ടായിട്ടില്ല. കൊച്ചുകുട്ടികളുടെ സ്വഭാവ, അതുകൊണ്ടാ. നേരത്തിനേക്കാൾ കൂടുതൽ ഒലിപ്പിച്ച് പറഞ്ഞു ഖാലിദ്. ഇനി അവൾ വാശിയൊന്നും കാണിക്കില്ല. നല്ല കുട്ടിയുടെ എനിക്കൊപ്പം വരും അല്ലടി എന്നും പറഞ്ഞ് ഒന്നുകൂടി അവളുടെ കൈയുള്ള പിടുത്തം മുറുക്കി കാറിനടുത്തേക്ക് കൊണ്ടുപോയി. അടങ്ങിക്കോ, ഇല്ലെങ്കിലുണ്ടല്ലോ അടിവയറ് നോക്കി ചവിട്ടങ്ങ് വെച്ചിരും ഞാൻ. അതോടെ തീരുന്നീ. മുഖത്തെ ചിരി മായ്ക്കാതെ ശബ്ദം താഴ്ത്തി പല്ലിയരിച്ചുകൊണ്ടവൻ പറഞ്ഞു. അവനത് ചെയ്യും, ഒന്നിനും മടിക്കാത്തവന്. ഒരു നടുക്കത്തോടെ ചിന്തിച്ച് നിൽക്കുന്നതിനിടയിലാണ് ഡോറൊന്നവളെ വലിച്ചവൻ അകത്തേക്ക് കയറ്റിയത്. ഇനി നിങ്ങൾ വിട്ടോ, ഇത് സോൾവായി. ബൈക്കിൽ വന്ന ചെക്കന്മാരെ നോക്കി അതേ ചിരിയോടെ പറഞ്ഞു ഖാലിദ്. അതോടെ സത്യം മനസ്സിലാക്കാതെ അവർ സ്ഥലംകാരിയാക്കി. ഇറങ്ങി ഓടാനോ ശരീരം അറിഞ്ഞൊന്ന് കുതിരാനോ ഒന്നിനും സാധിക്കില്ല. അവസ്ഥ ഇതായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ഭയത്തോടെ അവൾ തന്റെ വയറിലേക്ക് കൈ ചേർത്തു. അപ്പോഴേക്കും ഖാലിദ് കയറിയെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നു. നജീബ് റോഡ് സൈഡിൽ വണ്ടി നിർത്തി ഇറങ്ങി ഓടി ആ വിജനമായ പറമ്പിലേക്ക്. വിശാലമായി പരന്നിടക്കായതുകൊണ്ട് നിന്നിടത്ത് തന്നെ അങ്ങ് ദൂരെ വരെ കാണാം. എന്നിട്ടും അന്തിച്ചിരുന്നില്ല. ഓടിക്കൊണ്ട് അവിടെ ആകെ പരിശോധിച്ചു. കൊക്കയിലേക്ക് വെറുതെ ഒന്ന് എത്തി നോക്കി. ഒഴിഞ്ഞ കുറെ മദ്യക്കുപ്പുകളും ചില്ല് കഷ്ണങ്ങളും അല്ലാതെ വേറൊന്നും കാണാൻ കഴിഞ്ഞില്ല. അവൻ ഒരുപാട് നിന്ന് സമയം കളഞ്ഞില്ല. ഓടി കാറിനകത്തേക്ക് തന്നെ കയറി മിന്നൽ സ്പീഡിൽ പറത്തി വിട്ടു. പ്രഗ്നന്റ് ആണല്ലേ? റോഡ് സിഗ്നലിന് വെയിറ്റ് ചെയ്യുമ്പോൾ അവളുടെ ശരീരത്തിലൂടെ ആ കണ്ണോടിച്ചുകൊണ്ട് ഒരു പ്രത്യേക ഈണത്തിൽ ചോദിച്ചു അവൻ. അവന്റെ ഭാവം കണ്ട് അവളുടെ ഉള്ളിലെ ഭയം ഇരട്ടിച്ചു. ശ്വാസഗതി വേഗത്തിലായി. എന്നാ കേട്ടോ, എനിക്ക് ആ വയറ്റുള്ളതിനെ വേണ്ട. അതിനെ നമുക്ക് കൊന്നുകളയാം. എന്തിനാ വെറുതെ വല്ലവനെയും കുഞ്ഞിനെ ചുമക്കുന്നത്? മക്കളെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ തരാവുന്നിനെ. ആദ്യം ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ഭയവും സങ്കടവും കാരണം അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. ഒരു വാക്കുകൊണ്ടുപോലും പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി. നിന്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടല്ലോ. ഏത് അപകടത്തിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ റയ്ഹാൻ പറന്നു വരുന്നത്. അതിന് വേണ്ട, അവന്റെ വരവിനി ഉണ്ടാവില്ല. അവൻ തീർന്നു, ഞാൻ അവനെ തീർത്തു. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ചില കണക്കിന് തറഞ്ഞിന്ന് പോയി അവൾ. ഇല്ല, നീ നുണ പറയുന്ന ഞാൻ വിശ്വസിക്കില്ല. ഹോസ്പിറ്റലിൽ നിന്നൊരു കോൾ വന്നിരുന്നു അവന്. ഒരു കാർ ആക്സിഡന്റ് ആയെന്ന പേരും പറഞ്ഞ്. ചോദിച്ചപ്പോൾ ക്രൂരമായൊരു ചിരിയുണ്ടായിരുന്നു അവന്റെ അത്തരങ്ങളിൽ. വർദ്ധിച്ച നെഞ്ചിരിപ്പോടെ ആദിയുടെ കണ്ണുകൾ തള്ളി പുറത്തേക്ക് വന്നു. നീ അവനെ എന്താണ് ചെയ്ത്? കാലിതുറക്കെ അട്ടഹസിച്ചു. വേദന മാറിയവളുടെ മിഴികളിൽ അഗ്നിയെരിയാൻ അധിക സമയം വേണ്ടി വന്നില്ല. സർവ്വശക്തിയും എടുത്ത് അവന്റെ കോളർ പിടിച്ച് ഒറ്റ വലിയായിരുന്നു. പെട്ടെന്നായിട്ട് കൂടി അവനൊന്നും ഞെട്ടിയില്ല. ഇരുന്നിടത്തുനിന്നും നനങ്ങ പോലും ചെയ്തില്ല.
പക്ഷേ ഷർട്ട് ശക്തിയായി ശരീരത്തിൽ മുറുകിയ കാരണം വേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകളിൽ ചുവപ്പ് കലരാൻ തുടങ്ങി. ഒറ്റത്തട്ടിന് അവളുടെ കൈ തെറിപ്പിച്ചു. എന്നെ കിട്ടാൻ വേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്തു കൂട്ടിയതെങ്കിൽ ഓർത്തോ, വെറുതെയാ, എല്ലാം വെറുതെയാ, നടത്തിക്കില്ല ഞാൻ. ഒരു നേരം വാശിയോട് അവൾ പറയുമ്പോഴും അവന്റെ മുഖത്തിലോട് പുച്ഛം മാത്രം. പെട്ടെന്നാണ് ഒരു വാഹനം ചീറിപ്പാഞ്ഞു വന്ന് അവൾക്കരികിൽ സഡൻ ബ്രേക്ക് ഇടുന്നത്. ഇവനൊക്കെ ആരുടെ പല്ലിയനിച്ചുകൊണ്ട് ആ സൈഡിലേക്ക് തലയിരിച്ചു നോക്കിയതും ബാക്കി പറയാവുന്ന ചീത്ത പുറത്തേക്ക് വന്നില്ല. അവന് ഒരു നിമിഷം തരിച്ചിരുന്നു. സെക്കൻഡ് നേരം കൊണ്ട് ആദിയുടെ ശ്രദ്ധ അങ്ങോട്ട് എത്തിയപ്പോൾ ആ കാഴ്ചയിൽ വിശ്വാസം വരാതെ അവളൊന്ന് മിഴിച്ചു. കാറിന്റെ ഗ്ലാസ് മുഴുവനായി താഴ്ത്തിയിട്ടുകൊണ്ട് അകത്തിരിക്കുന്ന ആളെ വ്യക്തമായി കാണാമായിരുന്നു. അവൾ അറിയാതെ മുഴിഞ്ഞുപോയി. ഒറ്റ സെക്കൻഡ് വേസ്റ്റ് ആക്കുകയോ അന്തിച്ചിരിക്കുകയോ ചെയ്തില്ല. ഉള്ള ശബ്ദം മുഴുവൻ പുറത്തേക്കെടുത്ത് ഒരർച്ചയായിരുന്നു. ആദ്യം വിളിച്ച് കേൾക്കാനായിട്ട് ഒന്നുകൂടി ഉച്ചത്തിൽ വിളിച്ചവൾ ഒപ്പം കൈകൾ ഉയർത്തി അവന്റെ ശ്രദ്ധ നേടിയെടുക്കാൻ പലതും കാണിച്ചു കൂട്ടി. അവനാണെങ്കിൽ സിഗ്നൽ ലൈറ്റ് മാറാത്തതിന്റെ ദേഷ്യത്തിൽ സ്റ്റിയറിംഗിൽ അടിച്ചും കുത്തിയും തീർക്കുകയായിരുന്നു. ആ നേരം ശ്രദ്ധ വേറെ കൊണ്ടും പോയതുമില്ല. വീണ്ടും വിളിക്കാനൊരുങ്ങിയായിരുന്നു അവനെ. അപ്പോഴേക്കും കാലിത് ഒരു കൈ കൊണ്ട് അവളെ വായ പൊത്തിപ്പിടിച്ച് പരമാവധി കുതിരി മാറാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല അവളെ കൊണ്ട്. സിഗ്നൽ ഗ്രീൻ തെളിഞ്ഞു. നജീബ് വലതുവശത്തേക്ക് തിരിഞ്ഞു. കാലിത് നേരെയും. രക്ഷപ്പെടാൻ കിട്ടിയ ഒരു ചാൻസാണ് മിസ്സായത്. ആദ്യം തന്നെ നിസ്സഹായാവസ്ഥയിൽ ദേഷ്യവും സങ്കടവും വന്നു. എന്നിട്ടും അടങ്ങിയില്ല അവൾ. ഡ്രൈവിങ്ങിനിടയിൽ കാലിദിനോട് ഫൈറ്റ് ചെയ്തു. ഒപ്പം ഇനി എന്തു വഴിയെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. ഓട്ടോക്കാരന് കാശും കൊടുത്ത് റിയാൻ ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിലേക്ക് ചെന്നു. അവന്റെ അവസ്ഥ കണ്ടപ്പോഴേ നേഴ്സുമാർ പെട്ടെന്ന് ബെഡിലേക്ക് പിടിച്ചിരുത്തി. എന്തു പറ്റിയതാ? ആക്സിഡന്റാ, ഒരു കോൾ ചെയ്യണമായിരുന്നു. എന്റെ ഫോണിൽ ഡിസ്പ്ലേ പോയി. ആദ്യം മുറിവ് ഡ്രസ് ചെയ്യാം, എന്നിട്ട് വിളിക്കാം പറഞ്ഞുകൊണ്ട് ചോരപുരണ്ട ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് അവർ മരുന്ന് വെച്ച് കിട്ടി. ഡ്യൂട്ടി ഡോക്ടർ വന്ന് ബോഡി ഒന്ന് പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ഒപ്പം ടാബ്ലറ്റിന് എഴുതി. ഒരു പെയിൻ കില്ലർ അപ്പോൾ തന്നെ കഴിക്കാൻ കൊടുത്തു. 15 മിനിറ്റ് അവിടെ റെസ്റ്റ് എടുത്തിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. എങ്ങനെയൊക്കെയോ ആ 15 മിനിറ്റുകൾ തള്ളി നീക്കി. നജീബിനോട് വിവരം അറിയിക്കാനായിട്ട് ഒരു മനസ്സമാധാനം ഇല്ലായിരുന്നു അവന്. അവരോട് പെർമിഷൻ ചോദിച്ച് ലാൻഡ് ഫോൺ ഉപയോഗിച്ചു. നജീബിന് നമ്പർ കാണാതെ അറിയില്ല. നേരെ അഫ്രക്ക് വിളിച്ചു. അവളോട് കാര്യങ്ങളൊന്നും വിശദീകരിച്ചില്ല. നിലത്ത് വീണ് ഫോണിന്റെ ഡിസ്പ്ലേ പോയതാണെന്ന് മാത്രം പറഞ്ഞു. താൻ ഹോസ്പിറ്റലിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചതിന്റെ കൂടെയാണെന്നും ആദ്യയോടെ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് പറയാനൊക്കെ അഫ്രയെ ഏൽപ്പിച്ചു. ഓക്കെ സമ്മതിച്ച് അവൾ കോൾ കട്ട് ചെയ്തു. റിയാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി മറ്റൊരു ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പുറപ്പെട്ടു. നജീബിന് എത്തുമ്പിടിയും കിട്ടുന്നില്ല. അവൻ കൊക്കയിലേക്ക് പോവുകയാണെന്നാണ് അവസാനം പറഞ്ഞു. ശേഷം എന്ത് സംഭവിച്ചു എന്നറിയില്ല. രണ്ടാമത് അവൻ ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്ന് അതിന്റെ ആഴങ്ങളിലേക്ക് വിശദമായ ഒരു പരിശോധന നടത്തിയെങ്കിലും ഒന്നും കാണാൻ സാധിച്ചില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നടുവിന് കൈയും കൊടുത്ത് നെടുവീർപ്പോടെ അവനങ്ങനെ പകച്ചു നിന്നു. അടങ്ങടി, അടങ്ങാണെന്ന് നിന്നോട് പറഞ്ഞു. ഡ്രൈവിങ്ങിനിടയിലും കാലിത് പള്ളിയടിച്ചുകൊണ്ട് ആദ്യം എതിർത്തു. ആളൊന്നും കാര്യാക്കിയില്ല. ഉള്ള ആരോഗ്യം വെച്ചാവുന്ന പോലെയൊക്കെ അവന് നേരിട്ടുകൊണ്ടേയിരുന്നു. വസ്ത്രത്തിലും മുടിയിലും വലിച്ചും ശരീരത്തിൽ നോവിച്ചും അവന് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. പൊടുന്നേരം നടുറോട്ടിൽ അവൻ സഡൻ ബ്രേക്ക് ഇട്ടു. ആദ്യയുടെ അടിവയറ്റിൽ നിന്ന് മുകളിലേക്ക് ഒരു ഉരുണ്ടയറ്റം സംഭവിച്ചു. ഇത്രയും സമയം ഉപദ്രവിച്ചെല്ലാം ചേർത്ത് അവന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൾ അനങ്ങാതിരുന്നു. നിമിഷങ്ങൾ കഴിഞ്ഞുപോയി. പുറകിലെ വണ്ടിക്കാർ നിർത്താതെ ഹോൺ അടിക്കുന്ന കേട്ടാണ് അവൾ മുഖമുയർത്തി അവനെ നോക്കുന്നത്. അവന്റെ ഭാഗത്തിൽ എന്താണ് സംഭവം എന്നവൾക്ക് മനസ്സിലായില്ല. അവന്റെ നോട്ടം മുന്നിലെ കാഴ്ചയിലൂടെക്ക് നിൽക്കുകയായിരുന്നു. ആദ്യം അങ്ങോട്ട് തലയിരിച്ചു നോക്കിയതേയുള്ളൂ. ആ ചുണ്ടുകളിൽ വിജയിച്ചിരി തെളിഞ്ഞു. പോലീസ്. അവൾ വീണ്ടും കാലിന് നേരെ തിരിഞ്ഞു. അവളിൽ സമ്മർദ്ദം കൂടി വരികയാണെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പൊ എങ്ങനെയാ പോവുകയല്ലേ മുന്നോട്ട്? അവളൊരു വിജയഭാഗത്തിൽ ചോദിച്ചു. മുന്നോട്ടുള്ള അവന് വേറെ രക്ഷയില്ല. ഇനി തിരിഞ്ഞു പോയാൽ അവർ കാണും, പിടിക്കപ്പെടും, ഉറപ്പാണ്. പുറകിലാണെങ്കിൽ ഒരുപാട് വണ്ടികൾ വേറെയും വന്ന് നിർത്തിയിട്ടുണ്ട്. എന്ത് വേണം? എന്നെ ഇറക്കി വിടണോ അതോ ഞാൻ ബഹളം വെച്ച് എല്ലാവരെയും അറിയിക്കണോ? പെട്ടെന്ന് തീരുമാനിച്ചോ? അവളുടെ മുഖത്ത് ദേഷ്യം. മിഴികൾ അവനെ തന്നെ ഉറ്റുനോക്കിയായിരുന്നു. അവനവൾക്ക് മുഖം കൊടുത്തില്ല. മുന്നിലേക്ക് നോക്കിയിരുന്നു. സ്റ്റിയറിംഗിൽ കൈകൾ അമർത്തി ദേഷ്യം നിയന്ത്രിച്ചു. ആ കണ്ണുകളിൽ തീ പറക്കുന്ന ആദിക്ക് വ്യക്തമായി കാണാമായിരുന്നു. എന്നിട്ട് അവളുടെ ഉള്ളിലൊരു തരി ഭയം പോലും തോന്നിയില്ല. ഇനിയും കാത്തിരുന്നിട്ട് കാര്യമില്ലെന്ന് അവന് മനസ്സിലായി. റോഡിൽ തിരക്ക് കൂടുന്നല്ലാതെ കുറയുന്നില്ല. അതിനോടൊപ്പം തന്നെ ഒരു വണ്ടിയിൽ കൂടി പോലീസുകാർ വന്നിറങ്ങി. ഇത് വെറും ചെക്കിംഗ് അല്ല, എന്തോ കാര്യമായ ഇൻഫർമേഷൻ കിട്ടിയതിന് പുറത്തുള്ള വിശദമായ പരിശോധനയാണെന്ന് മനസ്സിലായതും അവന് ഡോർ സൈഡിലുള്ള ലോക്ക് ഓപ്പൺ ചെയ്തു. ആദ്യം ഒന്ന് നിറഞ്ഞു ചിരിച്ചു. അവനൊരു ബൈ കൊടുത്ത് കാറിൽ നിന്നിറങ്ങി. ഇതുവരെ അവനോട് പൊരുതിയും പടവെട്ടിയും അല്ലാതെ ക്ഷീണം തോന്നിയവൾക്ക് എങ്കിലും രക്ഷപ്പെട്ടതിലുള്ള ആഹ്ലാദം അതിനേക്കാളായിരുന്നു. പിന്നെയും ചിന്തിച്ചെന്നില്ല. അവിടെ നടന്നു നീങ്ങി. ഒരു ഓട്ടോ കണ്ടതും കൈ കാണിച്ച് അതിൽ കയറി. ഫോണിലേക്ക് തുരുതുരാ കോളുകൾ വന്നുകൊണ്ടിരുന്ന് അപ്പോഴാണ് ഓർമ്മ വരുന്നത്. പെട്ടെന്ന് എടുത്തു നോക്കി. അഫ്രയാണ്. വേഗം അവൾക്ക് തിരിച്ചു വിളിച്ചു. റിയാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ അപ്പോൾ തന്നെ ആദിയോട് പറഞ്ഞു. സംസാരിച്ച ശേഷം ഫോൺ തിരികെ വെക്കാൻ ഒരുങ്ങുമ്പോഴാണ് വീണ്ടും കോൾ വരുന്നത്. നമ്പർ കണ്ടതും വേഗം കോൾ അറ്റൻഡ് ചെയ്തവൾ ചെവിയോരം ചേർത്തു. ആദി, റിയാൻ പിന്നെ വിളിച്ചു നിനക്ക്? ഞാൻ കുറെ ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല. മറുകൾക്ക് നജീബിന്റെ ശബ്ദം വീണ്ടും. അവന്റെ ഫോണിന്റെ ഡിസ്പ്ലേ പോയതാ. MMCയുടെ ആവശ്യം കഴിഞ്ഞാൽ വീട്ടിലേക്ക് മടങ്ങുന്നു പറഞ്ഞ് ഹോസ്പിറ്റൽ ഫോൺ ഉപയോഗിച്ച് വിളിച്ചിരുന്നു. ഓക്കെ, ഫോണിന്റെ ഡിസ്പ്ലേ ചിലപ്പോൾ ചാട്ടത്തിൽ പോയതായിരിക്കും. അപ്പൊ അവനൊന്നും പറ്റിയില്ലേ? വീട്ടിലെത്തി കാണോ?
കുറച്ചു സമയം ചിന്തയോടെ ഇരുന്നു നജീബ്. ശേഷം വണ്ടിയും സ്റ്റാർട്ട് ചെയ്ത് റെയ്ഹാന്റെ വീടിന് ലക്ഷ്യം വെച്ച് കുതിച്ചു. മുറ്റത്തേക്ക് ഒരു ഓട്ടോ വരുന്ന കണ്ട് ആരാണെന്നറിയാൻ റെയ്ഹാന്റെ ഒപ്പം സിറ്റ് ഔട്ടിലേക്ക് ചെന്നു. അതിൽ നിന്ന് ഇറങ്ങുന്ന അവനാണെന്ന് അറിഞ്ഞതും അവന്റെ കയ്യിൽ കെട്ടേണ്ടതും അയാളിൽ വേവലാതി നിറഞ്ഞു. എന്താ ഉണ്ടായടാ? ഓട്ടോ പറഞ്ഞു വിട്ട് തന്നെ നേർക്ക് നടക്കുന്നവനോട് അയാൾ ആദ്യയോടെ ചോദിച്ചു. ചെറിയൊരു ആക്സിഡന്റ്, എല്ലാം പറയാം, അതിൽ നിന്ന് റെസ്റ്റ് എടുക്കട്ടെ. അവൻ മേലെ അകത്തേക്ക് നടന്നു. ഉപ്പ ഒന്ന് ജീവൻ വിളിച്ച് ഞാനിവിടെ എത്തിണ്ടെന്ന് പറ, എന്റെ ഫോൺ കംപ്ലൈന്റ് ആയി. അതും പറഞ്ഞവൻ ബെഡ്റൂമിലേക്ക് നടന്നു. അയാൾ ഫോൺ എടുത്ത് ജീവൻ വിളിച്ച് കാര്യം പറഞ്ഞു. ഇനിയൊന്നും ആർക്കും മുമ്പിൽ മറച്ചു വെക്കുന്നില്ല, എല്ലാം തുറന്നു പറയാൻ പോവാ. കാലിതാണെല്ലാത്തിന് പിറകിലെന്ന് എല്ലാവരും അറിയട്ടെ. വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടെ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കിയായിരുന്നു ആഷി. ഒട്ടും വയ്യ. എന്നിട്ടും ഷിയാബ്ക്കാക്ക് വേണ്ടിയാണ്. ഇങ്ങനെ ദിവസം പ്രാക്ടീസ് ചെയ്യണം, എങ്കിലേ പഴയപടിയാവൂന്ന് ഡോക്ടർ പ്രത്യേകം നിർദ്ദേശിച്ചതാണ്. അതുപോലെ സംസാരത്തിന്റെ കാര്യവും. ഇപ്പൊ വിക്കുള്ളവരെ പോലെയാണ് അക്ഷരങ്ങൾ പുറത്തേക്ക് വരുന്നത്. കൂടുതൽ സംസാരിച്ചും ഇഷ്ടമുള്ളതൊക്കെ വായിച്ചും അതും ശരിയാക്കി എടുക്കണം. ഓരോന്നൊക്കെ ഓർത്തങ്ങനെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഡോറിൽ കൊട്ടി കേൾക്കുന്നത്. മലർക്കെ തുറന്നിട്ട വാതിൽ ആരാ ഇങ്ങനെ മുട്ടുന്നെന്ന് ചിന്തിച്ച് അവൻ മേലെ തലയിരിച്ച് നോക്കി. അവളെ തന്നെയും ഇഴിച്ചു നോക്കി നിൽക്കുന്നവളെ കണ്ട് അവന്റെ കണ്ണുകൾ വിടർന്നു. അകത്തേക്ക് വരാവോ? അവൾ ചോദിച്ചു. വായുന്നവൻ തലയനക്കി. ആഷി ബെഡിലേക്ക് ഇരുന്നു. റിൻഷ അടുത്തുള്ള ചെയറിലേക്കും. ഒന്നും സംസാരിച്ചില്ല. പരസ്പരം കുറച്ചു സമയം വെറുതെ അങ്ങനെ നോക്കിയിരുന്നു. എങ്ങനെയുണ്ട് ഇപ്പോ? വേദനയ്ക്ക് കുറവൊന്നുണ്ടോ? മൗനം ഭേദിച്ച് റിൻഷ തന്നെ മിണ്ടി തുടങ്ങി. ഇന്നലെ ഡിസ്ചാർജായി എത്തിയിട്ടുള്ളായിരുന്നു അവൻ. അവളെ ഒന്ന് കാണാൻ വേണ്ടി മനസ്സ് തുടിയൊട്ടാൻ തുടങ്ങിയിട്ട് നാളെ ഒരുപാടായി. എന്നും വിളിച്ച് അന്വേഷിക്കലുണ്ടെന്നും അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുവെന്നൊക്കെ ഷിയാബ് പറഞ്ഞിരുന്നു. എന്ന് മാത്രമല്ല ഇടയ്ക്കിടാതെ തന്നെ പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുമായിരുന്നു. ആഷി, നിനക്കിപ്പോ എന്തോന്നു? ശരീരത്തിന് മനസ്സിന് സുഖം തോന്നുന്നുണ്ടോ? തന്നെ കൺകുളിർക്കെ നോക്കി കാണുന്ന ആഷിയോടായി അവൾ വീണ്ടും ചോദിച്ചു. സുഖണ്ട് എന്ന് പറഞ്ഞ് അവനൊന്ന് പുഞ്ചിരിച്ചു. സംസാരിക്കാനുള്ള അവന്റെ പ്രയാസം കണ്ട് റിൻഷയൊന്ന് വല്ലാതായി. പക്ഷെ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഷിയാബിന് നിർദ്ദേശം കിട്ടിയിരുന്നു. ഓരോന്നും ചോദിച്ചും പറയിപ്പിച്ചും കുറേ നേരം ആഷിയെ കൊണ്ട് സംസാരിപ്പിക്കണമെന്ന്. അത് അവൾ പാലിക്കുകയും ചെയ്തു. അത്രയും ദിവസത്തെ കോളേജിലെയും വീട്ടിലെയും വിശേഷങ്ങൾ വാതോരാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവനെന്തെന്നില്ലാത്ത സമാധാനം തോന്നി. എങ്ങനെയാണ് അതിനകത്ത് ഒറ്റയ്ക്ക് കഴിച്ചുകൂട്ടി ഓരോ നിമിഷവും തള്ളി നീക്കിടിക്കലെന്ന് അവന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ അവൾ അടുത്തുള്ളതുകൊണ്ട് സമയം പോകുന്നേ മനസ്സിലാവുന്നില്ല. ഇടക്കാതിക്ക് വീഡിയോ കോളും ചെയ്തു അവർ. എടി, വെയിലും മഴയും കൊള്ളാതെ വെറുതെ അകത്തിരുന്നിന്റെ മുഖം തുടുത്തി മിനുങ്ങി. ഈ പിണക്കൊക്കെ മതിയാക്കി ഇങ്ങ് വന്നൂടെ നിനക്ക്? റിൻഷയുടെ പറച്ചിലേട്ട് ആദ്യം നിറഞ്ഞു ചിരിച്ചു. റിയാന്റെ ഒരു പരിചയക്കാരന്റെ വീട്ടിലെന്നല്ലാതെ കൂടുതലൊന്നും ആർക്കും അറിയില്ലായിരുന്നു. അതിനേക്കാൾ തന്റെ വയറ്റിൽ ഒരാൾ കൂടിയുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു മാറ്റം എന്ന് പറയാൻ അവളുടെ ഉള്ളിൽ കൊതിച്ചെങ്കിലും മിണ്ടിയില്ല. ഫെബി വരാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആദ്യം അവനെ ഞെട്ടിച്ചിട്ട് ബാക്കിയുള്ളവരെ അറിയിക്കാമെന്ന് കണക്ക് കൂട്ടി. അങ്ങനെ കുറെ നേരം അവർക്കൊപ്പം ചെലവഴിച്ചതിന് ശേഷമാണ് റിൻഷ വീട്ടിലേക്ക് മടങ്ങിയത്. ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് കാലുത്തിയപ്പോൾ തന്നെ കണ്ടു. സീറ്റ് ഔട്ടിൽ പത്രവും തുറന്നു പിടിച്ചിരിക്കുന്ന ഉപ്പയെ. പത്രം കയ്യിലുണ്ടെന്നേ ഉള്ളൂ. നോട്ടം മുഴുവൻ തന്റെ മുഖത്തേക്കാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അറിയാതെ പോലും ഉപ്പയിലേക്ക് മിഴികൾ നീണ്ടില്ല. ആ മുഖത്തേക്ക് ഒരു വട്ടം പോലും നോക്കാനുള്ള ത്രാണിയില്ലായിരുന്നു. അത്രയ്ക്ക് ഭയം തോന്നുന്നുണ്ടായിരുന്നു ഉള്ളിൽ. ചെരിപ്പഴിച്ചു വെച്ച് ആൾ വേഗത്തിൽ കയറിപ്പോയി. അവൾക്ക് പിന്നാലെ അയാളുടെ കൂർത്ത നോട്ടവും. ഉമ്മയെ ഒരു നോക്ക് കണ്ടിരുന്നെങ്കിൽ ഇവിടെ പൊട്ടിത്തെറി വല്ലതും സംഭവിച്ചോ എന്ന് അറിയാമായിരുന്നു. ചിന്തിച്ചുകൊണ്ട് ആളിൽ നിന്ന് തന്നെ മിഴികൾ കൊണ്ട് അവിടെ നിന്ന് പരതി. അവിടെ അവരെ കാണാൻ സാധിച്ചില്ല. എന്റെ പേരും പറഞ്ഞിന് ഉപ്പ ഉമ്മയെ ഉപദ്രവിച്ചിട്ടുണ്ടാവോ? സംശയം തോന്നാതിരുന്നില്ല അവൾക്ക്. അപ്പോഴേക്കും പിന്നിലൊരു നിഴലിനൊക്കെ കണ്ടു. അത് ഉപ്പയാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കൂടുതൽ ആലോചിച്ചിരുന്നില്ല. പെട്ടെന്ന് മുറിയിലേക്ക് കയറിപ്പോയി. മോൾ ഇതുവരെ എവിടെയായിരുന്നു? മിററിന്റെ മുമ്പിൽ നിന്ന് എയർപിൻസ് വലിച്ചൂരിയെടുക്കുന്നതിനിടയിലാണ് പുറകിൽ ഉപ്പയുടെ ശബ്ദമിരുന്നത്. വളരെ സൗമ്യമായ ചോദ്യം. എങ്കിലും അയാളുടെ ഉള്ളിൽ ദേഷ്യം ആളിക്കത്തുകയായിരിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഞാൻ ആഷിയുടെ വീട്ടില് ആഷിയെ കാണാൻ. പേടി പുറത്തേക്ക് കാണിക്കാതെ പറഞ്ഞൊപ്പിച്ചവൾ. നീ അവനും തമ്മിൽ എന്താടി? ചോദിച്ചതിനൊപ്പം കൊടുങ്കാറ്റ് പോലെ പറഞ്ഞെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് ഒറ്റ വലിക്ക് അയാൾ തന്നെ നേർക്ക് തിരിച്ചു. ഞങ്ങള് അത് പെട്ടെന്നുള്ള അയാളുടെ പ്രവൃത്തിയിൽ പകച്ചു പോയിരുന്ന അവൾ. പ്രേമാണോ രണ്ടാക്കൂടിയില്? ഉത്തരം മുട്ടി നിൽക്കുന്ന അവളെ നോക്കി വീണ്ടും ചോദിച്ചു അയാൾ. എന്നിട്ടും മറുപടി ഒന്നും ഇല്ലാതിരുന്നപ്പോൾ ഒരു ചീറ്റിലായിരുന്നു. പറയടി, എന്താ നിങ്ങൾ തമ്മിലെന്ന്? ഉപ്പ, അത് ഞങ്ങൾ പരസ്പരം ഇഷ്ടത്തില. പേടിച്ച് വിറച്ചുകൊണ്ട് പറഞ്ഞൊപ്പിച്ചവൾ. എന്തു പറഞ്ഞടി ആസത്തെ? അയാളുടെ കരങ്ങൾ അവളുടെ ഇരു കവിളിലും മാറി മാറി പതിച്ചു. ഉപ്പ പ്ലീസ്. കരഞ്ഞുകൊണ്ടവൾ അയാളുടെ കയ്യിൽ പിടുത്തമിട്ടു. ബാക്കി വെച്ചേക്കില്ല, കൊന്നറിയുന്ന ഞാൻ. ഇനി മേരാതെ ഈ വീടിന്റെ എന്നല്ല റൂമിന്റെ വീടിലേക്കെങ്ങാനും കടന്നാലുണ്ടല്ലോ. മുഴുവൻ പറയാതെ അയാൾ നിന്ന് കിടക്കുകയായിരുന്നു. കൂർപ്പിച്ചൊരു നോട്ടം കൂടി കൊടുത്ത് മുടിക്കുതിൽ പിടിച്ച് പിന്നോട്ട് തള്ളും വെച്ചു കൊടുത്തു അവളെ. ശേഷം അവളുടെ ഫോൺ കയ്യിലെടുത്ത് പുറത്തേക്ക് കടന്ന് ഡോർ ലോക്ക് ചെയ്തു. എന്താ ഇവിടെ? അടുക്കള ജോലിക്കിടയിൽ ബഹളം കേട്ട് ഓടിയിട്ട് റിൻഷയുടെ ഉമ്മ കാണുന്നത് പുറത്തുനിന്ന് വാതിലടച്ചു കൂട്ടുന്ന ഉപ്പയാണ്.
മതി പഠിത്തവും കോളേജിൽ പോകൊക്കെ. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞ അവൾ ആ പയ്യനെ കാണാൻ ഇടയ്ക്കിടെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വേണ്ടാത്ത വല്ല കാര്യം ഉണ്ടാവുന്ന് കേട്ടില്ലല്ലോ. അയാൾ നിന്ന് പല്ലുകടിച്ചു. ഇനി ഞാൻ പറയാതെങ്ങാനും ഈ ബാതിൽ ഓർന്നെടുത്താലുണ്ടല്ലോ ഇപ്പൊ ഓൾ കിട്ടിയതിന്റെ ബാക്കി അണക്കിട്ടും. ആ ഓറഞ്ഞുള്ളി പറഞ്ഞുകൊണ്ട് അയാൾ അവിടുന്ന് പോയി. ഒന്നും ചെയ്യാൻ കഴിയാതെ റിൻഷ വാതിലേക്ക് നോക്കി കുറച്ച് സമയം അവിടെ നിന്നു. അവ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, എന്ത് ബുദ്ധിമുട്ട് തോന്നിയാലും അപ്പ എന്നെ വിളിക്കണം. ഏത് നിമിഷം ഇനി പെയിൻ വരാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞു. ടെൻഷനൊന്നും വേണ്ട, ഡെലിവറി ടൈം ആകുമ്പോഴേക്കും ഫെബിക്കിങ് എത്തിക്കോളും. ഓക്കെ അല്ലേ? ആദ്യയോട് കുറച്ചു നേരം സംസാരിച്ച് ഫോണും കട്ട് ചെയ്ത് റിയാൻ അകത്തേക്ക് കയറിപ്പോയി. എന്നാൽ അവന്റെ തൊട്ടുപിറകിൽ തന്നെ എല്ലാം കേട്ടുകൊണ്ട് സോനി ഉണ്ടായിരുന്നു അവൻ അറിഞ്ഞില്ല. അവളുടെ മുഖം കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ട പോലെ ഉരുണ്ട് കെട്ടി. അപ്പൊ അതായിരുന്നല്ലേ കാര്യം, അവള് പ്രഗ്നന്റ് ആണ്. അതാണ് ആര് വിളിച്ചിട്ട് വരാതെ ഫെബിക്കാക്ക് ഒരു സർപ്രൈസ് ഒരുക്കുകയാണെന്ന് പറഞ്ഞ് അവിടെ തന്നെ നിന്നളഞ്ഞു. ആലോചിക്കുന്നവരും സോനിയുടെ മനസ്സിൽ ഒരു അഗ്നിപർവ്വം തിളച്ചു മറിയാൻ തുടങ്ങി. ആഴ്ച സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ കാര്യത്തിന്റെ കാര്യം മുഴുവൻ അവൻ എല്ലാവരോടും പറഞ്ഞതാണ്. കൂടാതെ റിഹാൻ എന്നുവരെ തന്റെ മനസ്സിലുള്ള രഹസ്യങ്ങളെല്ലാം വീട്ടുകാർക്ക് മുമ്പിൽ വിശദീകരിച്ചു. ഒപ്പം തന്നെ കൊല്ലാൻ ആളെ വിട്ടും കൂടി അറിയിച്ചപ്പോൾ അവരുടെയൊക്കെ മാനസിക നില ആകെ തെറ്റിയ പോലെയായിരുന്നു. ഇത്രയും വലിയൊരു കൊടും ക്രിമിനലിന്റെ കൂടിയാണ് ഈ കണ്ട കാലമൊക്കെ കഴിച്ചു കൂട്ടിയെന്ന് ഓർത്തപ്പോൾ അവന്റെ ഉമ്മാക്കും ഉപ്പാക്കും വരെ വല്ലാത്ത ഭയം തോന്നി. എന്നിട്ടും കുലുങ്ങാത്ത സോന മാത്രം. ഫെബിയെയും ആദ്യം പിരിക്കാനുള്ള കുടിലതന്ത്രം ആലോചിച്ച് അവൾ സെറ്റിയിലേക്ക് ഇരുന്ന് കണ്ണുകൾ അടച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.